ഹായ് ഫ്രണ്ട്സ്, സിജോട്ടം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് എൻ്റെ പിന്നിൽ കാണുന്ന അഗ്ലോണിമ ഹോം ഗാർഡനിലാണ്. ഇതിൻ്റെ ലൊക്കേഷൻ കൊട്ടാരക്കരയിൽ നിന്നും അടൂരിലേക്ക് പോകുമ്പോൾ മൈലം കഴിഞ്ഞ് ഇഞ്ചക്കാട് MC റോഡിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഇൻഡോർ പ്ലാന്റ്സുകളും ഔട്ട്ഡോർ പ്ലാന്റ്സുകളും ഹാങ്ങിങ് പ്ലാന്റ്സുകളും വാട്ടർ പ്ലാന്റ്സുകളൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ വരുന്ന കസ്റ്റമർക്ക് മിതമായ നിരക്കിലാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ പോട്ടുകൾ തുടങ്ങി വലിയ പോട്ടുകൾ വരെ ഇവിടെ ഉണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ചെടികളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് ശുഭചേട്ടനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ, അഗ്ലോണിമയുടെ തന്നെ പല വെറൈറ്റികൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചൊന്ന് കാര്യങ്ങളൊക്കെ പറയാമോ? നമസ്കാരം. ഇഞ്ചക്കാട് അഗ്ലോണിമ ഹോം ഗാർഡൻ എന്നുള്ള കടയിലാണ് ഞാൻ പറയുന്നത്. ഇത് അഗ്ലോണിമ വെറൈറ്റീസ് ആണ്. ഇതെല്ലാം അഗ്ലോണിമ വെറൈറ്റീസ്, റെഡ് വെറൈറ്റീസ് ഉണ്ട്, വൈറ്റ് വെറൈറ്റീസ് ഉണ്ട്, പിന്നെ പല രീതിയിലുള്ള വെറൈറ്റീസ് ഉണ്ട്. എല്ലാം അഗ്ലോണിമ വെറൈറ്റീസ് ആണ്. എല്ലാം വലിയ വലിയ ബിഗ് പ്ലാന്റ്സ് ആണ്. ഇത് ഫസ്റ്റ് നമുക്ക് റെഡ്, സൂപ്പർ റെഡ് അഗ്ലോണിമയാണ്. ഇതല്ല സൂപ്പർ റെഡ്. നല്ല വീടുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അലങ്കാര ചെടികളാണ്. ഇത് മൊത്തം വീടുകളിലൊക്കെ വെക്കാൻ കൊള്ളാവുന്ന നല്ല ചെടികളാണ്. ഇതിൻ്റെയൊക്കെ പ്രൈസ് എത്ര വരും ചേട്ടാ? ഇതൊക്കെ വരുമ്പോൾ 500 രൂപ മുതലുണ്ട്. 500 രൂപ മുതലാണ്. 500 രൂപ. ഇതൊക്കെ ഡബിൾ പ്ലാന്റ് ആണ്. ഇത് രണ്ട് പ്ലാന്റാണ്. ഇത് വൈറ്റ് എൻചുമാൻ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇത് നല്ലൊരു പ്ലാന്റാണ്. വെറൈറ്റി രണ്ട് പ്ലാന്റാണ് ഇതിനകത്തത്. ഇതൊക്കെ ഡബിൾ ഷൂട്ട് പ്ലാന്റ്സ് എന്ന് പറയും. ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ്. ഇത് കുറച്ച് പിങ്ക് കൂടെ ചേർന്നാണ്. ഇതിൻ്റെ പേര് പിങ്ക് ഏലിയൻ എന്നാണ് പറയുന്നത്. സൂപ്പർ വൈറ്റ് എന്നുള്ള പ്ലാന്റാണ്. സൂപ്പർ വൈറ്റ് നല്ല പ്ലാന്റാണ്. ഓരോ എല്ലാ പ്ലാന്റിനും ഇതിൻ്റെ ലീഫിൻ്റെ സ്ട്രക്ചറ്, കളറ് ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സൈസ്, പിന്നെ പോട്ട് സൈസ് ഇതൊന്നും ഡിപ്പെൻഡാണ് ഇതിൻ്റെ പ്രൈസ് കിട്ടുന്നത്. ഇത് കൊച്ചിൻ പിങ്ക് എന്ന് പറഞ്ഞ പ്ലാന്റുകളാണ്. ഇതൊക്കെ 200 രൂപ 300 രൂപ ആ ഒരു റേഞ്ചേ ഉള്ളൂ. ഒരു ഫുള്ളാണ്. ഇതാണ്ട് കോബ്ര പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത് ഈ ഫോട്ടോയോടുകൂടി ഇത് ഫോട്ടോ ചെയ്ത് വീടുകളിൽ വെക്കാവുന്ന കോബ്ര എന്ന് പറയുന്നത്. ഗ്രീൻ ബൗ എന്ന് പറഞ്ഞ പ്ലാന്റാണ് ഇത്. ഗ്രീൻ ബൗ. ഇതിന് പേൾ ഓഫ് മെലോ എന്ന് പറയും. പേൾ ഓഫ് മെലോ എല്ലാം നല്ല പ്ലാന്റുകളാണ്. ഇതിനകത്ത് ബ്യൂട്ടി റെഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ സിംഗിൾ പ്ലാന്റാണ്. ബ്യൂട്ടി റെഡിൽ തന്നെ ഡബിൾ പ്ലാന്റുകളുള്ളതുമാണ്. ഇതൊക്കെ ഡബിൾ പ്ലാന്റാണ്. ഇതൊക്കെ ഡബിൾ പ്ലാന്റുകളാണ്. ഇതൊക്കെ മിനിമം 500 വരുന്നതാണ് ഡബിൾ പ്ലാന്റ്. അതുപോലെ തന്നെ ഇതൊക്കെ വലിയ പ്ലാന്റുകളാണ്. ഇതൊക്കെ നല്ല വളർച്ച വന്ന് നല്ല പ്ലാന്റുകളാണ്. ഇതൊക്കെ റേഞ്ച് വരും. ഇതൊക്കെ ലക്കി ബംബുമാണ്. നമ്മൾ ചൈനീസ് ആചാരപ്രകാരം നമ്മൾ വീടുകളിൽ വെക്കുന്ന പ്ലാന്റുകളാണ്. ഇതും ഓരോരോ വെറൈറ്റിയിലുള്ള അഗ്ലോണിമ പ്ലാന്റ്സാണ്. നല്ല ഇത് അലോക്കേഷ്യ വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്ലാന്റാണ്. ചെറിയ ലീവ്സ് ഉണ്ട്. ഇതൊക്കെ അലോക്കേഷ്യ വെറൈറ്റീസ്. ബേർഡ് ഓഫ് പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ്. നല്ല പൂവ് വരും. നമ്മുടെ ഹെലികോണി മാതിരി അതുമാതിരിയുള്ള പൂവ് വരുന്ന നല്ലൊരു പ്ലാന്റാണ് ഇതും അഗ്ലോണിമയുടെ എല്ലാ വെറൈറ്റീസാണ്. ഇതൊക്കെ ഇരിക്കുന്ന അഗ്ലോണിമ വെറൈറ്റീസാണ്. ഇതൊക്കെ വലിയ പ്ലാന്റാണ്. ഇതൊക്കെ പിങ്ക് കളർന്ന പ്ലാന്റാണ്. കൂടുതലും നല്ല വലിയ പ്ലാന്റുകളാണ്. ഇതൊക്കെ 400 രൂപ 350 രൂപ 400 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇത് പിങ്ക് ലെഗസി എന്ന് പറയും. പിങ്ക് ലെഗസി ഇതൊക്കെ വലിയ പ്ലാന്റുകളാണ്. ഒരു 400 രൂപ റേഞ്ചാണ് ഇതൊക്കെ വരുന്നത്. ഇത് നേരത്തെ നല്ല വില ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. ഇതിന് മഹാശക്തി എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളിപ്പം പറയും ജൻസ്റ്റാർ എന്ന് പറയാം. അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ എല്ലാം അഗ്ലോണിമ വെറൈറ്റീസാണ്. ഇത് പിങ്ക് ഇത് പിങ്ക് എന്ന് പറയും. ഇത് ഇക്സാബ് എന്ന് പറയും. ഇതിൻ്റെ വലിയ പ്ലാന്റുകളാണ്. വലിയ പ്ലാന്റാണ്. ഇതിൻ്റെ തൈകളും വരുന്നുണ്ട്. ഇതിനകത്തൊക്കെ തൈകൾ വരുന്നുണ്ട്. ഇതെല്ലാം തൈകൾ വരുന്ന പ്ലാന്റുകളാണ്. ആൾറെഡി മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ ഉണ്ട്. തൈ വരുന്നുണ്ട്. ഒരുപാട് പ്ലാന്റുകളൊക്കെ നമുക്കൊക്കെ 2-3 തൈകളാണ്. 250 രൂപ 300 രൂപ എന്ന് പറയുന്നത് 2-3 ഷൂട്ടുകളുണ്ട് അതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ ഔട്ട്ഡോർ പ്ലാന്റുകളാണ്. ഇതിനകത്ത് നമ്മുടെ നേരത്തെ നമ്മുടെ ലോക്കൽ ആന്തൂര്യമില്ല, നാടൻ ആന്തൂര്യം, അതാണിത്. അപ്പോൾ അതിൻ്റെ മിനിയേച്ചർ ആന്തൂര്യമൊക്കെ വരുന്നുണ്ട്. മിനിയേച്ചർ ആന്തൂര്യം നിറച്ച് ഫ്ലവറുമായിട്ട് ഇരിക്കുന്നത്. ഇതാണ് ആന്തൂര്യം. മിനിയേച്ചർ ആന്തൂര്യം നല്ല വലിപ്പമുള്ള ഒരു പല കളർ കിട്ടും. പല ഷെയ്ഡിലുള്ള ഇതൊക്കെ നല്ല ഫ്രഷ് പ്ലാന്റാണ്. ഇത് റെഡ് കിട്ടും, നമുക്ക് പിങ്ക് കിട്ടും, ഓറഞ്ച് കിട്ടും. മിനിയേച്ചർ ആന്തൂര്യമാണ് ഇത്. മിനിയേച്ചർ ആന്തൂര്യമാണ്. ഓരോ വീടുകളിൽ വെക്കാൻ നല്ല മനോഹരമാണ്.
ക്രിസ്ത്യാനിയം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആന്തൂര്യമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തെറ്റികൾ വീടുകളിൽ വെക്കാവുന്ന നല്ല പൂവുള്ള തെറ്റികളുണ്ട്. ഇതെൻ്റെ നിക്കോഡിയ, ഇതെവിടെ തന്നെ ഇതിലൊക്കെ നോക്കുന്നത് നിക്കോഡിയാണിത്. നിക്കോഡിയ പ്ലാന്റാണ്. ഇതാണ് ബേർഡ് ഓഫ് പാരഡൈസ് എന്ന് പറയുന്നത്. വേരിഗേറ്റഡ് ഇതാണ്. ഇതുപോലെയാണ് ബേർഡ് ഓഫ് പാരഡൈസിൻ്റെ. ഇതിന് ഹെലിക്കോണിയ എന്ന് പറയും. നോർമൽ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഹെലിക്കോണിയ എന്ന് പറയും. ഇതിൻ്റെ ഫ്ലവറാണിത്. ഇതുണ്ട്, ഇത് കണ്ടോ, ഇതിൻ്റെ വേരിയേഷൻ കണ്ടോ, ഇതിൻ്റെ ലീവ്സ് കണ്ടോ, നല്ല വൃത്തിയാണ് ഇതിൻ്റെ ലീവ്സ്. അതുപോലെ തന്നെയാണ് ഇതും ഒരു ഹെലിക്കോണിയ വെറൈറ്റീസ് ഉള്ളതാണ്. ഇതിൻ്റെ ലീവ്സാണ് ഇതിൻ്റെയൊക്കെ. ഇത് ലീഫി പ്ലാന്റ് ആണ്. ഇതിനകത്ത് വലിയ ഫ്ലവർ ഇല്ല. പക്ഷേ ഇതൊക്കെ ട്രെസീന പ്ലാന്റ് എന്ന് പറയും. ട്രെസീന പ്ലാന്റുകൾ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്ലാന്റിന് ഓരോ കളറും ചുമന്ന് കിട്ടും. എന്നും എപ്പോഴും പൂവുണ്ടാകുന്ന ഒരു വെറൈറ്റി ആയിരുന്നു ഇത് ഹെലിക്കോണിയ. ഇത് ആ മിനിയേച്ചർ അന്തരം അവിടെ കണ്ട അതേ മിനിയേച്ചർ. ഇത് ബുഷ് പോട്ടാണ്. ഇതൊക്കെ ഉണ്ട് കറക്റ്റ് ഫുൾ പോട്ടായിട്ടുള്ള 1, 4, 5, 8, 10 പീസുകളുണ്ട് ഇതിനകത്ത്. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ഒരു CC പ്ലാന്റ് എന്ന് പറയും. ഇസഡ് പ്ലാന്റ് എന്ന് പറയും. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ വീടുകളിൽ വെക്കുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഓക്സിജൻ രാത്രിയിൽ ഒമിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ റൂമിലെല്ലാം നല്ല ഓക്സിജൻ കണ്ടന്റ് ഉണ്ടായിരിക്കും. കൂടുതൽ ഓക്സിജൻ കണ്ടന്റ് ഉണ്ടായിരിക്കും. എത്ര കളറിലുള്ളതുണ്ട് ചേട്ടാ? അത് ഇത് 3 വെറൈറ്റി ഉണ്ട്. ഒന്ന് ബ്ലാക്ക്, ഒന്ന് ഗ്രീന്, പിന്നെ ഒരു ഡാർക്ക് വെറൈറ്റി. ഡാർക്ക് വെറൈറ്റി പറയുമ്പോൾ ഇതൊക്കെയാണ് ഡാർക്ക് വെറൈറ്റി. ഇതാണ് ഡാർക്ക് വെറൈറ്റി. ഇത് ഗ്രീൻ കളറാണ്, അത് ബ്ലാക്ക് ആണ്. അതായത് 3 കളർ വരുന്നത്. 3 കളറിലെ 3 രീതിയിലുള്ള. ഇതൊക്കെ ഫിലോഡോൺഡ്രം പ്ലാന്റുകളാണ്. ഈ ഒരു പ്ലാന്റൊക്കെ കഴിഞ്ഞാൽ ഇതൊക്കെ ആന്തൂര്യം ഹുക്കേരിയുടെ ഒരു വകഭേദമാണ്. ഇതിൻ്റെ ചെറിയ വലിയ പ്ലാന്റൊക്കെ അവിടെ ഉണ്ട്. ഇതെല്ലാം ആന്തൂര്യം ഹുക്കേരി എന്ന് പറഞ്ഞ പ്ലാന്റുകളാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ സ്ട്രക്ചറുണ്ടോ, ആ പ്ലാന്റ് ലീവ്സിൻ്റെ സ്ട്രക്ചറാണ്. ഇതൊക്കെ അലോക്കേഷ്യ വെറൈറ്റീസ് വരുന്നതാണ്. വലിയ ഫ്രണ്ട് വെക്കുന്ന ആർക്കരേരിയ. ഇതിൻ്റെയൊക്കെ പ്രൈസ് എത്ര വരുന്നേട്ടാ? ഇതൊക്കെ 400 രൂപ. അതുകൊണ്ട് ഇത് ലോറ പെറ്റൽ എന്ന് പറയുന്നത്. ഇതിനകത്തൊരു ഫ്ലവർ വരുന്നത് വെട്ടി വെച്ചില്ല. ഇതിൻ്റെ വലുതാണ്. ഇത് യൂജീനിയ ഒരു വലിയ പ്ലാന്റാണ്. പിന്നെ ഇതിനകത്ത് വരുമ്പോഴത്തെ ടെർമിനേലിയ, ഇതിൻ്റെ ഒരു വേരിഗേറ്റഡ് ടെർമിനേലിയ ഉണ്ട്. വൈറ്റ്. ഇത് ഗ്രീനാണ്. ഗ്രീൻ ഇച്ചിരി വില കുറവാണ്. വൈറ്റാണ് ഇതിൻ്റെ വലിയ പ്ലാന്റ്. അതൊക്കെ നല്ല വിലയുള്ള പ്ലാന്റാണ്. ഇതിന് മുള തന്നെ ഇത് ബുദ്ധ പമ്പ് എന്ന് പറയും. ബുദ്ധ മുളയുടെ ഒരു ഇതാണ്. ഇത് എൻ്റെ സ്ട്രക്ചർ തന്നെ വേറെയാണ്. ഇതിങ്ങനെയാണ് എൻ്റെ സ്റ്റേം വരുന്നത്. ഇത് വൈറ്റ് പമ്പ് എന്ന് പറയും. പിന്നെ ഗോൾഡൻ ഉണ്ട്, യെല്ലോ ഉണ്ട്. അതിങ്ങനെ പല ഇതായിട്ട് വരും. ഇത് വരുമ്പോഴത്തേന് വേറൊരു പാമായത്. റെഡ് പാം അല്ലാതെ ഒരു അരിക്ക പാം എന്ന് പറയുന്നത്. ഇത് പോട്ട് അടച്ചുള്ളതിന് 300 രൂപയ്ക്കാണ് റേറ്റ്. വലിയ പോട്ടാണ്. ഇതെല്ലാം തൈകളൊക്കെ ഇഷ്ടംപോലെ തൈകൾ വരുന്ന പ്ലാന്റുകളാണ്. ഇതാണ് ചെമ്പകം. നമ്മുടെ നാട്ടിൽ പറയുന്നത് ചെമ്പകം. ഇതിനകത്ത് വെള്ളയുണ്ട്. ഇതിനകത്തൊക്കെ വലിയ പ്ലാന്റ് റെഡ് ഉണ്ട്. അതിൻ്റെ പൂവുണ്ടായിരുന്നു. ഇത് ലോറ പെറ്റൽ എന്ന് പറഞ്ഞൊരു പൂവാണ്. ഇതെല്ലാം പൂ വരും. കണ്ടിച്ച് വെച്ച് വരുന്നു. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല പൂ വരും. ഇത് അഡീനിയം. ഇതിനകത്ത് പല ഇതുണ്ട്. ഇപ്പം പൂ വരുന്നുണ്ട്. ഇതൊക്കെ ഓരോരോ ഓരോരോ കളറിനകത്ത് ഇത് സിംഗിൾ ലെയർ വരും, ഡബിൾ ലെയർ വരും, മൾട്ടി ലെയർ വരും. ഇതെല്ലാം അഡീനത്തിനകത്തുള്ള അഡീനം ഒരുപാട് നല്ല പ്രചാരമുള്ളൊരു ഇതാണ്. ഇത് കലാത്തിയ വെറൈറ്റീസാണ്. കലാത്തിയുടെ വെറൈറ്റീസാണ്. ഇതൊക്കെ പോട്ടായിട്ട് വലിയ പോട്ടായിട്ട് മേടിക്കുന്നവർക്കുണ്ട്. ഇതാണ്ട് റോസി കലാത്തിയ അതുകൊണ്ട് ഇത് ഓരോന്നും ഓരോ ഇതാണ്. ഇതിനകത്ത് പീക്കോക്ക് എന്ന് പറയും. മയിലിൻ്റെ കണ്ടില്ലേ ഒരു വെറൈറ്റിയാണ്. ഇതാണ്ട് മൊസൈക്ക് എന്ന് പറയും. കലാത്തിയ മൊസൈക്ക്. അവിടെ വെറൈറ്റിയാണ്. ഓരോന്നിനും ഓരോ വെറൈറ്റിയാണ്. മൊസൈക്കിൻ്റെ കൂട്ടുള്ള സ്ട്രക്ചറാണ് അതിൻ്റെ. അപ്പം അങ്ങനെ ഓരോ വെറൈറ്റി ഉണ്ട്. ഡോട്ടി ഇതൊക്കെയാണ് കൂടുതലും പോകുന്നത്. ഡോട്ടി നല്ല പ്ലാന്റുകളാണ് ഇതൊക്കെ 150, 200, 100 രൂപയ്ക്കും കലാത്തി ഐറ്റംസ് കിട്ടും. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആന്തൂരി വെറൈറ്റീസ്. ഇത് SP കൊളംബിയ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെറിയ പ്ലാന്റുകളാണെന്നുണ്ടെങ്കിൽ ബുഷിയായിട്ടിരിക്കുന്ന പ്ലാന്റുകളാണ്. SP കൊളംബിയ ഇതൊക്കെ ചെറിയ ചെറിയ പ്ലാന്റുകൾ. ഇതൊക്കെ ഇൻഡോറായിട്ട് വെക്കാൻ കൊള്ളാവുന്ന നല്ല നല്ല പ്ലാന്റുകളാണ്. ആന്തൂര്യം വെറൈറ്റീസിൻ്റെ അവിടെ കലാത്തി ഇരിപ്പുണ്ട്. ഇപ്പുറത്ത് ഫേൺ ഇരിപ്പുണ്ട്. കോബ്ര ഫേൺ. പിന്നെ ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഡിവൻ വെച്ച വെറൈറ്റീസാണ്. ഇതൊക്കെ എൻ്റെ സ്ട്രക്ചറാണ്. ഓരോ ഇലയുടെ സ്ട്രക്ചറൊക്കെയാണ് ഇതിൻ്റെ നല്ല ഭംഗിയായിട്ടുള്ള ഇലകളാണ്. അതൊക്കെ കലാത്തിയ ഡിവൻ വെച്ച വെറൈറ്റീസാണ്. റേയാൻ ഗോൾഡ് എന്ന് പറയും. ഇത് അഗ്ലോണിമ വെറൈറ്റീസാണ്. ഗ്രീൻ അഗ്ലോണിമ അല്ലെ ഗ്രീൻ സാധാ അഗ്ലോണിമ വെറൈറ്റീസാണ്. ഇതൊക്കെ ഡിവൻ വെച്ചല്ലേ ഒരു വെറൈറ്റി ആയത്. ബിഗ് ബെൻ എന്ന് പറയും. അതിൻ്റെ വേരിഗേറ്റഡ് പോർഷനായത്. ഇതെല്ലാം
ചോക്ലേറ്റ് കാർഡിനൽ, നാരോ എസ്കേപ്പ്, ഇത് പല ഇത് ഗ്രീൻ കാർട്ടിൻസ് ഗോൾഡ്, ഗ്രീൻ മെലിയോനി അവിടെ നമ്മളെ ഗോൾഡൻ മെലിയോനിയുടെ ഒരു വേറൊരു വെറൈറ്റി അല്ലേ? ഇത് റെഡ് ഓങ്കെന്ന് പറയും. ഇവിടെ വരുമ്പോഴത്തേനും ഒത്തിരി ഫിലോഡൻഡ്രോണ്ട്, അലോക്കേഷ്യ വെറൈറ്റീസ് ഉണ്ട്. അലോക്കേഷ്യ ഗ്രാൻഡി എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ വരുമ്പോഴത്തേനും ബിദ്യാറ്റ്, ഇതുണ്ട് റെഡ് ഹെർട്ട്, ഇങ്ങനെ ഒക്കെ റഷ് എന്ന് പറഞ്ഞാൽ ഫിലോഡൻഡ്രത്തിൻ്റെ മൂൺ ഷൈന്, റഷ് എല്ലാം ഫിലോഡൻഡ്രന്മാരുടെ വെറൈറ്റീസാണ്. ഇവിടെ എല്ലാം ഫിലോഡൻഡ്ര വെറൈറ്റീസാണ്. എന്നിട്ട് പിന്നെ ഔട്ട്ഡോർ പ്ലാന്റുകൾ, ഇതൊക്കെ ഔട്ട്ഡോർ പ്ലാന്റുകളായിട്ട് വരുന്നതാണ്. ഇതാണ് ഗ്രീൻ അഗ്ലോണിമയിൽ ഐസ്, ഇങ്ങനെ ഓരോരോ വെറൈറ്റീസ് ഉണ്ട്. ഇത് ഐസാണ്. പിന്നെ ഇത് ബട്ടർഫ്ലൈ എന്ന് പറയും. ഇത് ഗോൾഡൻ്റെ നാരോസ്കോപ്പിൻ്റെ തന്നെ ഗോൾഡനാണ്. ഇത് ഇച്ചിരി വില കൂടും, മറ്റേതിനെക്കാട്ട് വിലയാണ്. ഇതെല്ലാം ഗ്രീൻ അവിടെ കണ്ടതിൻ്റെ ഗ്രീനാണ്. അതെ, ഇതാണ്ട് വേരിഗേറ്റഡ് ആണ്. ഉണ്ടോ? വേരിഗേറ്റഡ് ആണ്. ഇവിടെ ഇതൊക്കെ മോൺസ്ട്ര പ്ലാന്റുകളാണ്. മോൺസ്ട്ര ഒക്കെ പ്ലാന്റുകൾ ഏറ്റവും നല്ല വില കൂടുതൽ ഇൻഡോർ പ്ലാന്റുകളിലൊക്കെ വരുന്ന പ്ലാന്റുകളിൽ വില കൂടുതലാണ്. അങ്ങോട്ട് പോകുമ്പോൾ വലിയ വലിയ പ്ലാന്റുകളാണ് ഉള്ളത്. ചോക്കോ എംപ്രസ് ഇതൊക്കെ വെറൈറ്റീസ് ഉള്ള പ്ലാന്റുകൾ. ഇത് ഇതൊക്കെ അവിടെ നിങ്ങളുടെ ഇതാണ്ട് അതാണ് വലിയ പ്ലാന്റാണ്. ഇത് മറ്റേ നാരോ എസ്കേപ്പ് എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റുകളാണ്. ഇപ്പോൾ പുതിയ പ്ലാന്റുകളൊക്കെ വന്നിട്ടുണ്ട്. വലിയ പ്ലാന്റുകളാണ് ഇതൊക്കെ. ഇത്രയും ഫിലോഡൊക്കെ മോൺസ്റ്ററുടെ വെറൈറ്റീസാണ്. അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പോമലോമിന എന്ന് പറയുന്നത് പോമലോമിന പ്ലാന്റ്സുകളാണ്. കൊണ്ട് റെഡ് വാമ അത് വലിയ പ്ലാന്റുകളാണ് അവിടെ കണ്ടത്. പിന്നെ റെഡ് വാമ എല്ലാ വെറൈറ്റി. പിന്നെ അതുപോലെ തന്നെ ഇത് ഓരോരോ ഷാമ്പെയിൻ പാം എന്നൊക്കെ പറയും. ഇതൊക്കെ ഷാമ്പെയിൻ പാം എന്ന് പറയും. അങ്ങോട്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതിനകത്ത് തന്നെ അതിനകത്ത് ഒരു വെറൈറ്റീസ് ഉണ്ട്. ഇതാണ് നമ്മളവിടെ കണ്ട ഓട്സിയം പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ് ഇതാണ് ചൈനാഡോൾ പ്ലാന്റുകളാണ്. ഇത് ചെറിയ കവർ തൊട്ട് 100 രൂപ മുതൽ ഉണ്ട്. ഇതിനകത്ത് ഒരുപാട് പ്ലാന്റുകളുണ്ട്. വലിയ വലിയ പ്ലാന്റുകളും ഉണ്ട്. സൈക്കാസ് പ്ലാന്റുകൾ അവിടെ പിന്നെ കാക്ടസ് അത് ഇതെല്ലാം ഉണ്ട്. അവിടെ നട്ടിട്ടുണ്ട് കുറച്ചൊക്കെ നമ്മുടെ ഇതിനകത്ത് തന്നെ. ലൂട്ടിയ പ്ലാന്റ് ഇതെല്ലാം വെറൈറ്റി പ്ലാന്റുകളാണ്. ഇതൊക്കെ നമുക്ക് ഓരോ രീതിയിലുള്ള പ്ലാന്റുകൾ, പിന്നെ സ്പൈഡർ പ്ലാന്റുകൾ, അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്.